ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട്. ഇവൻ്റെ പേര് ഋതവ് കൃഷ്ണ, കിച്ചു നമ്മളെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ, നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു മധുര പലഹാരമാണ് ഗുലാബ് ജാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഗുലാബ് ജാം പഞ്ചസാര ലൈൻ, അതായത് ഈ ഗുലാബ് ജാം ബോൾസ് പഞ്ചസാര ലൈനിൽ ഇട്ട് വെച്ചിട്ട് ആണ് ഇതിൻ്റെ മധുരം അതിന് ആക്കിയെടുക്കുന്നത്. അപ്പം ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂറിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ നിങ്ങൾ ഈ പഞ്ചസാര ലൈനിൽ ഈ ഗുലാബ് ജാം ഇട്ട് വെച്ചാൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആ ഗുലാബ് ജാമിന് വരും. നമ്മൾ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ സൈഡിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും എല്ലാ ഹോട്ടലിലും ഗുലാബ് ജാം ഉണ്ടാവും. അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്പോഞ്ച് പോലെ ഗുലാബ് ജാം നല്ല ടേസ്റ്റിലായിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗുലാബ് ജാം നമുക്കൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 4 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം. അപ്പം ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്നുള്ള രീതിയിൽ ഞാനൊരു 3 ഏലവും അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊരു 4 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ഗുലാബ് ജാമിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അതിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് റവ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയത്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയും കൂടി, ചെറുനാരങ്ങ നീര്, 1/2 കഷ്ണത്തിന് ചെറുനാരങ്ങ നീര്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയതിനു ശേഷം അല്പം ചൂടുപാലല്ല, തിളപ്പിച്ച പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിൽ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. ഇതുപോലുള്ള ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തവയുടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ അകത്തിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഈ പഞ്ചസാര ലൈനിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഗുലാബ് ജാമ് അതിലേക്ക് ഇട്ട് വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഗുലാബ് ജാമ് ഇതിൻ്റെ അകത്ത് മീൻസ് ഈ പഞ്ചസാര ലൈനിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒറിജിനൽ നല്ല ഗുലാബ് ജാമിൻ്റെ ആ ടേസ്റ്റ്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര ലൈനിൽ ഈ ഗുലാബ് ജാമിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര ലൈനിൽ കടന്നിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ നിങ്ങൾ ഈ പഞ്ചസാര ലൈനിൻ്റെ അകത്തേക്ക് ഈ ഗുലാബ് ജാമിൻ്റെ ഓരോ ബോൾസ് ഇട്ട് വെക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്ന്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഗുലാബ് ജാം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അത്രയും ഈസിയും അത്രയും ടേസ്റ്റും ആയിട്ടുള്ളൊരു ഡിഷാണ് ഗുലാബ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.